റിലേറ്റഡ് ട്രേഡ്സ് ഒരു പ്രോബ്ലം കൂടെ നമുക്കിവിടെ നോക്കാം. A baseball diamond is a square whose sides are 90 feet long. Suppose that a player running from second base to third base has a speed of 30 feet per second. At the instant when he is 20 feet from third base, at what rate is the player's distance from home plate changing at that instant? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ബേസ്ബോൾ ഡയമണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ക്വയർ രൂപത്തിലാണ്. സ്ക്വയർ പറയുമ്പോൾ നമുക്കറിയാം എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്നുള്ള കേസ് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇവിടെ എല്ലാ സൈഡ്സും 90 ഫീറ്റ് ലോങ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുക, സപ്പോസ് ദാറ്റ് എ പ്ലെയർ റണ്ണിങ് ഫ്രം സെക്കൻഡ് ബേസ് ടു തേർഡ് ബേസ്. ഈ സെക്കൻഡ് ബേസിൽ നിന്ന് തേർഡ് ബേസിലോട്ട് ഒരു പ്ലെയർ ഓടുകയാണ്. അയാളുടെ സ്പീഡ് എന്ന് പറയുന്നത് 30 ഫീറ്റ് പെർ സെക്കൻഡ് ആണ്. അത് കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ് വെൻ ഹീ ഈസ് 20 ഫീറ്റ്, ഇവിടെ ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യേണ്ടേ. എക്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് ഫീറ്റിലാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഫീറ്റിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഈ ഡിസ്റ്റൻസ് എവിടെ നിന്നാണ്, സെക്കൻഡ് ബേസിൽ നിന്ന് തേർഡ് ബേസിലോട്ട് ആ പ്ലെയർ ഓടുന്ന ഡിസ്റ്റൻസ് ആണ് എക്സ് ആയിട്ട് നമുക്കിവിടെ എടുക്കാം. അപ്പോൾ ഇതുകൊണ്ട് ഈ പ്ലെയറുടെ ഇപ്പോൾ ഇവിടെ വരെ എത്തിയേക്കുവാണ്. ഇതുകൊണ്ട് ഈ തേർഡ് ബേസ് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി ഇവിടെ ഒരു അയാൾ ഓടുന്ന സമയത്ത് സമയം മാറുന്നുണ്ടല്ലോ. അപ്പോൾ ടി എന്ന് പറയുന്ന അയാൾ ഓടുന്ന സമയം, ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുന്ന സെക്കൻഡ്സിലാണ് നമുക്ക് എടുക്കാം. ടൈമാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്, നമ്മൾ സെക്കൻഡ്സിലാണ് ഇവിടെ സമയം എടുക്കുന്നത്. ഓക്കെ, അതായത് സെക്കൻഡ് ബേസിൽ നിന്ന് സെക്കൻഡ് ബേസിൽ നിന്ന് ഓടി തുടങ്ങുമ്പോഴുള്ള സമയമാണ് ടി എന്ന് എടുക്കുന്നത്. സെക്കൻഡിലാണ് ഇവിടെ ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഇനി നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഡിസ്റ്റൻസ് തേർഡ് ബേസിൽ നിന്ന് 20 ഡിസ്റ്റൻസ് ആകുമ്പോൾ, അതായത് ഇവിടം മുതൽ ഇതുവരെ ഈ പ്ലെയർ എത്തുന്ന സ്ഥലം 20 ഫീറ്റ് ആകുന്ന സമയത്ത് എന്തായിരിക്കും അയാളുടെ ഡിസ്റ്റൻസും ഈ ഹോം പ്ലേറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം അയാൾ ഈ 20 ഫീറ്റ് ആകുമ്പോൾ അയാൾ എന്തായാലും ഏതൊരു പൊസിഷനിൽ വന്ന് നിൽക്കുമല്ലോ. ആ പൊസിഷൻ മുതൽ ഈ ഹോം പ്ലേറ്റ് വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് തൽക്കാലം ഒയ്യെന്ന് എടുക്കാം. ഒയ്യും. അപ്പോൾ നമ്മൾ എന്തിനാണ് ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. ഡിസ്റ്റൻസ് എന്തിനാണ്, ഈ പർട്ടിക്കുലർ മാനും പിന്നെ എന്താണ് ഹോം പ്ലേറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. പ്ലെയറും ഹോം പ്ലേറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ്, ഹോം പ്ലേറ്റ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെടുത്തേക്കുന്നത്, ഒയ് എന്ന് എടുത്തേക്കുന്നത്. നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒയ് എത്രയാണ് മാറ്റം സംഭവിക്കുന്നത്. ഒയ്യുടെ മാറ്റം വിത്ത് റെസ്പെക്ട് ടു ടൈം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുവാണ്. അതെപ്പോഴാണ്, എക്സ് എന്ന് പറയുന്ന തേർഡ് ബേസിൽ നിന്ന് 20 ഫീറ്റ് ആകുമ്പോൾ ഈ പർട്ടിക്കുലർ പ്ലെയർ 20 ഫീറ്റിലെത്തുമ്പോൾ ഒയ്ക്ക് എന്ത് മാറ്റം സംഭവിക്കുന്നു, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളത് അയാൾ സെക്കൻഡ് ബേസിൽ നിന്ന് തേർഡ് ബേസിലോട്ട് ഓടുന്നത് കോൺസ്റ്റൻറ്റ് സ്പീഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 30 ഫീറ്റ് പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഓടുന്ന സമയത്ത് ഇയാളുടെ ഡിസ്റ്റൻസ് തേർഡ് ബേസിലേക്കുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ കുറഞ്ഞു ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടൈം ഡിസ്റ്റൻസ് കുറയുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു മൈനസ് സിമ്പിൾ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഡിസ്റ്റൻസ് 30 ഫീറ്റ് പെർ സെക്കൻഡ് ആണ് അവിടെ മാറ്റുമെങ്കിൽ പോലും എന്താണ് നമ്മൾ ചെയ്യുന്നത്, അയാൾ വരുമ്പോൾ അയാൾ ഡിസ്റ്റൻസ് കുറഞ്ഞു വരുന്നു എന്ന് ഡിനോട്ട് ചെയ്യാൻ മൈനസും കൂടെ അവിടെ മാർക്ക് ചെയ്യാം. ഇനി നമുക്കിവിടെ ഇതൊരു സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളവിടുത്തെ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താണ് എടുത്തിട്ടുള്ളത്, എക്സ് എന്ന് പറഞ്ഞത് തേർഡ് ബേസിൽ നിന്ന് ആ ആൾ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് തൽക്കാലം എടുത്തേക്കുന്നത്. അയാൾ വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് എടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കാണാൻ സാധിക്കും. ഇവിടെയാണ് ആ പർട്ടിക്കുലർ മനുഷ്യൻ എത്തിയെങ്കിൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എക്സും ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ഒയ്യും. ഈ പ്ലെയർ ഇവിടെയാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. പ്ലെയർ ഇത് തേർഡ് ബേസാണ്, തേർഡ് ബേസും അപ്പോൾ ഇവിടെ 90 ഡിഗ്രി എന്ന് നമുക്കറിയാം, സ്ക്വയർ ആയതുകൊണ്ട് 90 ഡിഗ്രി എന്നറിയാം. ഇനി ഇതാണ് അയാളുടെ ഹോം പ്ലേറ്റ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഒയ് എന്ന് എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇയാളുടെ ഈ ഹോമും തേർഡ് ബേസും തമ്മിലുള്ള ഡിസ്റ്റൻസ് 90 ഫീറ്റ് ആണെന്ന് നമുക്കറിയാം. കാരണം ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, എല്ലാ സ്ക്വയർ ബേസ് ഡയമണ്ടിൻ്റെ ഡിസ്റ്റൻസ് 90 ഫീറ്റ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്ക് എന്ത് എഴുതാം, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അതിവിടെ യൂസ് ചെയ്യാമല്ലോ അല്ലേ. നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഒയ് വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ എത്ര മാറുന്നു.
എപ്പോഴാണ് വെൻ എക്സ് ഈക്വൽ ടു 20 ആകുമ്പോൾ എത്ര മാറുന്നു എന്നുള്ളതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ഈ ഇക്വേഷൻ, അതായത് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ റിലേറ്റഡ് അഡിഷൻ്റെ സ്റ്റെപ്സ് എന്ന് വെച്ചാൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ആദ്യം വേരിയബിൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു, പിന്നെ ഇക്വേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം എന്താണ് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2y × dy/dx ഈക്വൽ ടു 2x × dx/dx. 90 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ എന്ത് കിട്ടും, ഡെറിവേറ്റീവ് 0 ആയിപ്പോകും. രണ്ടിടത്തും 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട്, ഇവിടെ dy/dt ആണേ അല്ലേ. അപ്പം നമുക്ക് dy/dt ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. dy/dt എന്ത് ആൻസർ കിട്ടും, ഇവിടെ എക്സ് ഉണ്ടല്ലേ, ഇവിടുന്ന് y മാറ്റുവാണെങ്കിൽ x/y × dx/dt എന്ന് എഴുതാം. നമ്മളെ ക്വസ്റ്റ്യനകത്ത് ഇങ്ങനെ തന്നിട്ടുണ്ട്, എക്സ് 20 ആകുമ്പോൾ dx/dt മാറുന്നത് എന്താണ് തന്നിട്ടുണ്ട്, നമ്മൾ -30 ഫീറ്റ് എന്നാണ് എടുത്തിട്ടുള്ളത്. കാരണം എന്താണ്, ഡിസ്റ്റൻസ് കുറഞ്ഞു വരുന്നു, അതുകൊണ്ട്. ഇനി dy/dt, ഈ രണ്ട് കണ്ടീഷനിലും dy/dt എന്താണ്. ഇനി അവിടെ ഒരു ഒയ്യും കൂടെ കണ്ടുപിടിക്കാനുണ്ട്. ഒയുടെ ആൻസർ എന്തായിരിക്കും. അപ്പോൾ എക്സ് 20 എന്ന് പറയുമ്പോൾ ഒയുടെ ആൻസർ എന്തായിരിക്കും, അതായത് ഇവിടെ ഇക്വേഷൻ എന്താ എഴുതിയിരിക്കുന്നത്, y² = x² + 90² അല്ലേ നമ്മൾ എഴുതിയിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, y² എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം എന്ന് പറഞ്ഞു നോക്കിയേ. എക്സിൻ്റെ ആൻസർ എന്താ, 20 അല്ലേ, 20² + 90² എന്ന് എഴുതാം അല്ലേ. അത് നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്താ കിട്ടുന്നത്, 400 + 8100, അതായത് 8500 കിട്ടും. ഒയുടെ ആൻസർ എന്താ കിട്ടുന്നത്, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുവാണെങ്കിൽ 10√85 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഈ ഒയുടെ വാല്യൂ നമുക്കായി, എക്സിൻ്റെ വാല്യൂ ആയി, dx/dt നമുക്കറിയാം. ഇതെല്ലാം കൂടെ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നെങ്കിൽ ആൻസർ എന്താ കിട്ടുന്നത്, 20/10√85 × -30. ഇത് ക്യാൻസൽ ചെയ്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ആൻസർ കിട്ടുന്നത് -6.51 feet/second എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ മൈനസ് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് എന്താണ്, ആ ഒയുടെ ഡിസ്റ്റൻസ് കുറഞ്ഞു വരുന്നു. ഈ നെഗറ്റീവ് സൈൻ എപ്പോഴും നമുക്ക് ആൻസർ പറയുന്നത് ഒയ് കുറഞ്ഞാൽ വരുന്നത്, ഒയ് ഈസ് ഡിക്രീസിങ്. അതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ആൻസർ. ഓക്കെ.